الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ആദരണീയരായ ജാമിയ അൽ ഹിന്ദിൻ്റെ സാരഥികളെ, ളൈഫുൽ കരീം അഷേഖുൽ ഉസ്താദ് ഖലീലുർ റഹ്മാൻ മുഹമ്മദ് അസീസുദ്ദീൻ അൽ മദനി, ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ, ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്ന ആദരണീയരായ ഉസ്താദുമാരെ, ഉസ്താദത്തുമാരെ, ജാമിയയെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട സഹോദര സഹോദരികളായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ ശബ്ദം അകലിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ജാമിയയുടെയും ദീനിൻ്റെയും സേവകരായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ, വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന പ്രമേയവുമായി ഈ വർഷത്തെ അൽ ബലാഗ്, പ്രബോധനം എന്നർത്ഥം വരുന്ന ഒരു പേരു നൽകി ജാമിയ വിദ്യാർത്ഥികൾ മാത്രം ഒരുക്കിയ ഒരു പരിപാടിയാണ്. ദഅ്വാരംഗത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലും അതിൻ്റെ വിവിധ ഘടകങ്ങളുടെ കീഴിലും ഒരുപാട് ദഅ്വാ പ്രവർത്തനങ്ങൾ ചുറ്റുഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് കുന്നിൻ മുകളിലിരിക്കുന്ന കുട്ടികൾക്ക്, പഠനത്തിലും മനനത്തിലും വ്യാപൃതരായിരിക്കുന്ന ആളുകൾക്ക് ഈ പരിപാടികളിൽ അധികവുമൊന്നും പങ്കെടുക്കാനും അവരുടെ സേവനം അർപ്പിക്കാനും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പഠിച്ചതിൻ്റെ പരിശീലനവും കൂടിയായിക്കൊണ്ട് ഇവിടെ ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അബ്ഹജ് സുറൂർ പറഞ്ഞതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് വീടുകളിൽ കയറി ചെന്ന് ഈ കുട്ടികൾ തന്നെ അവരുമായി സംവദിക്കുകയും 100ഓളം ചെറിയതും വലിയതുമായ സമ്മേളനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജാമിയയുടെ സന്ദേശം എത്തിക്കുകയും ചെയ്ത് പരിശീലിക്കുക, പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചെറുപ്പം മുതലുള്ള പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാണ് ജാമിയ അൽ ഹിന്ദിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ ഒരു വിജ്ഞാന സദസ്സ്. അറബിക് കോളേജുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തിൻ്റെ വയസ്സ് കാണും. കേരള ചരിത്രത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക പ്രബോധനങ്ങൾക്കും 10-15 നൂറ്റാണ്ട് കാലത്തെ ചരിത്ര പാരമ്പര്യമുണ്ടെങ്കിലും അതൊരു ക്രമപ്രവൃദ്ധമായ പഠനത്തിലൂടെയും അടുത്ത തലമുറയെ കൃത്യമായ ലക്ഷ്യത്തിൽ കൂടി വളർത്തിയെടുക്കുന്ന പദ്ധതികൾ കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം മുമ്പാണ് തുടക്കം കുറിച്ചത്. മഹാന്മാരായ മുൻകാല നവോത്ഥാന പണ്ഡിതന്മാരുടെ ചിന്തയുടെയും അവരുടെ ആഗ്രഹത്തിൻ്റെയും എല്ലാം അപ്പുറത്ത് പല നിമിത്തങ്ങളുമുണ്ടായിരുന്നു ഇതുപോലെയുള്ള അറബിക് കോളേജുകൾ ഉയർന്നു വരാൻ. ലിക്കുല്ലി നഹ്ളത്തിൻ നക്ബ ലിക്കുല്ലി നക്ബത്തിൻ നഹ്ള
ഏതൊരു ദുരന്തത്തിൻ്റെയും പിന്നിൽ ഒരു നവോത്ഥാനമുണ്ടായിരിക്കുമെന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന വിധം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിക ജീവിത പാരമ്പര്യമുണ്ടെങ്കിലും യഥാർത്ഥമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചം യഥാവിധി ലഭിക്കുവാൻ ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയപ്പോൾ ബിദ്അത്തുകളിലും അന്ധവിശ്വാസങ്ങളിലും നിഷേധപ്രവണതകളിലും അജ്ഞതയിലും ആണ്ടുകിടന്ന ഒരു മതപരമായ സാംസ്കാരിക ദുരന്തം ഈ സമുദായത്തിനുണ്ടായിരുന്നു. ആ ദുരന്തത്തിൽ നിന്നാണ് മഹാന്മാരായ നവോത്ഥാന ചിന്തകന്മാരായ പണ്ഡിതന്മാർ ആലോചിച്ചെടുത്ത് കൃത്യമായ പഠനവും മനനവും നടത്തി വളർത്തിയെടുക്കണം എന്ന ചിന്തയുണ്ടായത്. അതിൽ കൂടിയാണ് ആ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഇസ്ലാഹി നവോത്ഥാനത്തിന് കാരണം ഉണ്ടാക്കിയത്. അതിൻ്റെയും പുറമെ ബ്രിട്ടീഷുകാർ ഒരുപാട് കാലം ഇവിടെ ഭരിച്ചതിൻ്റെ പിന്നിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഇന്നും തീരാത്ത അഗ്നിയും പുകയുമായി നിലനിൽക്കുന്ന വർഗീയത അവർ ഇന്ത്യ രാജ്യത്ത് കുത്തിവെക്കുകയും ഇവിടെയുള്ള ഒത്തൊരുമിച്ച് ജീവിച്ചിരുന്ന എല്ലാ മതവിശ്വാസികളുമായ സമൂഹത്തെ പരസ്പരം ഭിന്നിപ്പിച്ച് മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും അടിച്ചൊതുക്കി ബ്രിട്ടീഷുകാർ അവരുടെ കിരാത ഭരണം നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്തൊരു സമുദായം എന്ന നിലക്ക് അവർക്കെതിരിൽ നെഞ്ഞു വിടർത്തി ധൈര്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രംഗത്ത് വന്നത് മുസ്ലിങ്ങളായിരുന്നു. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ മുസ്ലിങ്ങളായിരുന്നു. ഓരോ രാജ്യത്തിനും അവരുടേതായ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 921 ഖിലാഫത്ത് അതൊരു ദുരന്തത്തിൽ നിന്നുണ്ടായ ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു. ആ ഒരു ദുരന്തത്തിൻ്റെ ഫലമായി ഉണ്ടായ ചിന്തയിൽ നിന്ന് ഖിലാഫത്തുണ്ടായി. ആ ഖിലാഫത്ത് വീണ്ടും മുസ്ലിമീങ്ങൾക്കൊരു ദുരന്തമായി മാറുകയും ബ്രിട്ടീഷുകാർ പേപ്പട്ടികളെപ്പോലെ മുസ്ലിമീങ്ങളെ വേട്ടയാടുകയും ചെയ്തപ്പോൾ രണ്ടാമതൊരു ദുരന്തത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ ചിന്തയുണ്ടായത്. 1900 തുടക്കത്തിൽ വക്കം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള നേതാക്കന്മാർ ഈ സമുദായത്തെ ജഹലിൽ നിന്ന് മോചിപ്പിക്കുകയല്ലാതെ രക്ഷയില്ലെന്ന് കരുതി അവർ പഠനം തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. മുസ്ലിം എന്ന മാസികയിൽ കൂടി അറബ് മലയാളത്തിൽ കൂടി ജനങ്ങൾക്ക് അറിവ് നൽകാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി, അതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ, കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള വക്കം മൗലവിയുടെ ശേഷം പിന്നെയും സമുദായത്തിലെ ഉമറാക്കൾ, സിരി സാഹിബിനെ പോലെയുള്ള ഉമറാക്കൾ, കെ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാവരും കൂടി നീണ്ട ഒരു നിര ദുരന്തങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ഉയർത്തിപ്പിക്കാൻ ഉണ്ടാക്കിയ ആ ഒരു നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ബാക്കിയായിരുന്നു കേരളത്തിൽ 1940കളുടെ തുടക്കത്തിൽ അറബിക് കോളേജ് പ്രസ്ഥാനമുണ്ടായത്. അറബിക് കോളേജ് എന്ന വാക്ക് പോലും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് 14 നൂറ്റാണ്ട് കാലമായി പരിചയമില്ലാത്ത ആ ഒരു പദം തന്നെ കേരളത്തിന് സംഭാവന നൽകിക്കൊണ്ട് 40കളുടെ തുടക്കത്തിൽ വാഴക്കാട് ക്രമപ്രവൃദ്ധമായ അറബിക് കോളേജ് പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് അത് വളർന്ന് സർക്കാരിൻ്റെ അംഗീകാരമുണ്ടായ അറബിക് കോളേജുകളായി മാറി. ഖുർആനും സുന്നത്തും മുസ്ലിം സമുദായത്തിൻ്റെ മതപരമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ആഴത്തിലുള്ള പഠനമായിരുന്നു അറബിക് കോളേജിൽ വേണ്ടിയിരുന്നത്. അതിനവർക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടിയിരുന്നു, മലയാളം പഠിക്കേണ്ടിയിരുന്നു, ആഴത്തിലുള്ള മതഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. വലിയ വലിയ മതഗ്രന്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പോലും സ്ലേറ്റും ചോക്കുമെടുത്ത് സ്ലേറ്റിൽ മലയാള അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളും എഴുതി പഠിക്കുന്ന സന്തോഷകരമായ, അത്ഭുതകരമായ, ഈ തലമുറക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ് വാഴക്കാടിൻ്റെ കാലഘട്ടം. വാഴക്കാടിലെ പള്ളി ദർസിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ
ബുഖാരിയും മുസ്ലിമും സിഹാവു സിത്തയും അറിയപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളും മനഃപ്പാടമാക്കുന്നവരും അതിനെ അവഗാഹമായി പഠിക്കുന്നവരുമായിട്ടുള്ള പണ്ഡിതന്മാർ ഒരു പിരീഡ് കഴിഞ്ഞാൽ സ്ലേറ്റ് എടുത്ത് മലയാള അക്ഷരം എഴുതുന്ന ഒരു കാലഘട്ടമുണ്ടായി. നവോത്ഥാനത്തിന്റെ പേറ്റുനോവായിരുന്നു അത്. ആ നവോത്ഥാനത്തിന്റെ ഫലമായി പിൽക്കാലത്ത് അറബി കോളേജുകൾ ധാരാളമുണ്ടായി. മതപഠനത്തിന് വേണ്ടിയായിരുന്നു അറബി കോളേജ്. ഏകദേശം 50 കൊല്ലക്കാലം മുമ്പ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അറബി കോളേജിൽ ചെന്ന് ചേർന്നപ്പോൾ സിഹാവു സിത്തയും ഖുർആനിലെ ഏതാനും തഫ്സീറുകളും ഫിഖഹിന്റെ അതുപോലെ നഹ്വിന്റെ കാതലായ ഭാഗങ്ങളുമെല്ലാം അതുപോലെ മന്തിഖും മാനിയും കാതലായിട്ടുള്ള അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടിയിരുന്നു അന്നത്തെ അറബി കോളേജുകളിൽ. പക്ഷേ അറബി കോളേജുകൾക്ക് മാറ്റം വന്നു. അറബി കോളേജുകൾ ഉണ്ടായത് മതം പഠിക്കാൻ വേണ്ടിയായിരുന്നെങ്കിലും കേരള ഗവൺമെന്റ്, മദ്രാസ് ഗവൺമെന്റും അറബി കോളേജുകളെ ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവർക്ക് ഔദ്യോഗികമായ സർട്ടിഫിക്കറ്റുകൾ നൽകി ഈ സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു മതേതര രാജ്യം എന്ന നിലക്ക് അറബി കോളേജുകളിലെ സിലബസുകളിൽ മതത്തിന്റെ അംശം അല്പാൽപം കുറഞ്ഞു പോവുകയും അതിൻ്റെ ഭാഷാ ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അംശം കൂടിപ്പോവുകയും ചെയ്തു. ഒരുപാട് അറബി കോളേജുകൾ കഴിഞ്ഞ 50 കൊല്ലത്തിനിടക്ക് കേരളത്തിൽ സർക്കാർ അംഗീകൃതവും അല്ലാത്തതുമായി ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ അതിൽ നിന്നൊക്കെ ധാരാളം പണ്ഡിതന്മാർ ഇന്ന് ഈ സമുദായത്തെ നയിക്കുന്നവർ ഉണ്ടായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു മതേതര രാജ്യത്ത് മതം പഠിപ്പിക്കാനല്ല, സർക്കാർ ചെലവിൽ ഒരു ഭാഷയും സാഹിത്യവും ലോകോത്തര സംസ്കാരവും പഠിപ്പിക്കാൻ അറബി കോളേജുകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായി. 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായപ്പോൾ അതിൻ്റെ കീഴിൽ ഇവിടെയുള്ള അറബി കോളേജുകളെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് അറബി കോളേജ് പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഒരു ഭാഗത്ത് അവരുടെ ഭൗതികമായ ഒരു സർട്ടിഫിക്കറ്റ് എന്ന നിലക്ക്, ഡിഗ്രി കിട്ടുന്ന കോഴ്സ് എന്ന നിലക്ക് അതിന് കേരളത്തിൽ അംഗീകാരം, ഇന്ത്യ രാജ്യത്തും വിദേശത്തും അംഗീകാരം ലഭിച്ചുവെങ്കിലും മതപരമായ അംശങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ മതനേതൃത്വവും മതസംഘടനകളും മതം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അറബി കോളേജുകൾ ഉണ്ടാക്കുക എന്ന ഒരാശയത്തിലേക്ക് വരികയുണ്ടായി. ആ ആശയത്തിന്റെ ഫലമായി കേരളത്തിൽ മതപ്രാധാന്യം, മതപഠനത്തിന് ആഴത്തിലുള്ള മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജാമിയകളും അറബി കോളേജുകളും പല മതസംഘടനകളുടെയും കീഴിലുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു വളർച്ചയും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയും നവോത്ഥാനത്തിൻ്റെ കൃത്യമായ വെളിച്ചം നൽകിക്കൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സലഫുസാലിഹികളുടെ ആ മൻഹജിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു തലമുറ ഇവിടെ വളരാതിരുന്നാൽ, ഒരുപാട് ഡിഗ്രിക്കാര് മാത്രമുണ്ടായാൽ മതം പറയാൻ ആളില്ലാതെ പോകും. മുസ്ലിമീങ്ങളുടെ ജീവിതത്തിന്റെ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറുന്നത് മുതൽ ആ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചിന്തിക്കുന്നത് വരെയുള്ള എല്ലാ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ, ഇസ്ലാമിക നിയമ സംഹിതകളെ ആഴത്തിൽ പഠിച്ച ഒരു തലമുറയുണ്ടായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും ആ തലമുറ ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണമാക്കിക്കൊണ്ട് പ്രവാചകന്റെയും സഹാബത്തിന്റെയും ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആ സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിൽ കൂടി തന്നെ വളർത്താൻ കഴിയൂ എന്ന ചിന്തിച്ച അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് സഹോദരന്മാരെ ജാമിയ അൽ ഹിന്ദ് ഒരു വ്യാഴ കാലഘട്ടം കൊണ്ട് ജാമിയ അൽ ഹിന്ദ് ഇവിടെ സ്ഥാപിതമായത്. പെരിന്തൽമണ്ണയിലെ ഒരു വാടക കെട്ടിടത്തിൽ ലൈഫായി തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇവിടേക്കും ഇതിൻ്റെ അടുത്തുള്ള ഒരു തൊട്ടുമും അടുത്തുള്ള ഒരു കുന്നിൻ പുറത്തേക്കും ജാമിയയുടെ സ്ത്രീ വിദ്യാർത്ഥിനികളുടെ ഭാഗമായി അങ്ങോട്ട് മാറി. അത് ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടൊന്ന് മാത്രം ഈ ഇരിക്കുന്ന രക്ഷിതാക്കളുടെയും ജാമിയയെ നെഞ്ചിലേറ്റിയ 10,000-കണക്കിന് മനുഷ്യ സഹോദരന്മാരുടെയും പ്രാർത്ഥന കൊണ്ടും ജാമിയ ഉയർന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഇതിൻ്റെയൊക്കെ ഫലമായി ഈ ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കുട്ടികളെ പ്രബോധന രംഗത്തേക്ക് ഞങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ 100-100ഓളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രചാരണങ്ങളുമായി വന്നത് ഞങ്ങളുടെ കുട്ടികൾ മാത്രമാണ്. വേറെ ആരെയും
പ്രഭാഷകന്മാരെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ധാരാളം പ്രബോധകന്മാർ, അതുപോലെ ധാരാളം ഉപരിപഠനം നടത്തുന്ന മദീനയിലെ ജാമിയ ഇസ്ലാമിയയിൽ 20-ലേറെ കുട്ടികൾ പഠിക്കുന്നു. ജാമിയത്തുൽ ഇമാമില് വേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ജാമിയത്തുൽ മലിക് അബ്ദുൽ അസീസില്, ജാമിയത്തു തൈബയിൽ, വിദേശത്തുള്ള അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ ജാമിയയുടെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇനിയും അവിടേക്കുള്ള നീണ്ട ക്യൂ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ പറഞ്ഞയക്കാനും അവരെ സ്വീകരിക്കാനും അതിൻ്റെ അധികൃതർ തയ്യാറായി കഴിഞ്ഞു എന്ന സന്തോഷകരമായ കാര്യവും കൂടി രക്ഷിതാക്കളെ ഉയർത്തുകയാണ്. പഠിക്കുന്ന താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരുപാട് മാനങ്ങൾ തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു, പഠിക്കാനും വളരാനുമുള്ള. ഇന്ത്യ രാജ്യത്തെ പ്രശസ്തമായ ജാമിയ മില്ലിയ, ഹൈദരാബാദിലെ ഇഫ്ലു, അതുപോലെ തന്നെ ഉള്ള അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള പല അറിയപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ജാമിയയിലെ വിദ്യാർത്ഥികൾ വളരെ പ്രശസ്തമായ രൂപത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം എന്ന നിലക്ക് ഈ ജാമിയ അൽ ഹിന്ദ് +2 മുതൽ PG വരെയുള്ള കോഴ്സുകളിൽ 250ഓളം കുട്ടികൾ ഇവിടെയും, അതുപോലെ 240 കുട്ടികൾ ബനാത്ത് പെൺകുട്ടികളുടെ ക്യാമ്പസിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് നേരിട്ട് അവരുടെ അംഗീകാരത്തോടുകൂടി പഠിപ്പിച്ചു തുടങ്ങുന്ന +2 കോഴ്സിൽ ശേഷം കുല്ലിയത്തുൽ ഹദീസ് കോളേജും, അതുപോലെ കുല്ലിയത്തു ദഅ്വ ഉസൂലുദ്ദീൻ, മതപ്രബോധനത്തിന് വേണ്ടി മാത്രം പരിശീലനം നൽകുന്ന ഒരു കോളേജും, അതുപോലെ കുല്ലിയത്തു ശരിയ, ഇസ്ലാമിക് ലോ, മത നിയമങ്ങൾ പഠിപ്പിക്കാൻ ആവശ്യമായ 3 കോളേജുകളാണ് ഇവിടെയുള്ളത്. ഈ കോളേജുകളിൽ കൂടി പുറത്തിറങ്ങുന്ന കുട്ടികളെ സമൂഹത്തിലേക്ക് ഞങ്ങൾ ധൈര്യമായി വിടുന്നത്, ഈ കോളേജ് നടത്തുന്നതിൻ്റെ പിന്നിൽ നമ്മൾക്കുള്ള ലക്ഷ്യം പ്രബോധകന്മാരാക്കി വിടുകയും അതോടൊപ്പം ഭൗതിക ജീവിതത്തിൽ ആരുടെയും പിന്നിലല്ലാതെ തലയൊടുത്ത് നിൽക്കാൻ, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിലുകൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ സ്കില്ലുകളും നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇൻഷാ അള്ളാഹ് നടത്തുന്നത്. അടുത്ത ഭാവിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൈത്താങ്ങുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജാമിയയുടെ വികസനത്തിന്റെ പാതയിൽ ഇനിയും കുല്ലിയത്തുൽ ഖുർആൻ പോലെയുള്ള പല സ്ഥാപനങ്ങളും ആരംഭിച്ച് ഞങ്ങൾ അതിൻ്റെ മുന്നോട്ട് നീങ്ങുകയാണ്. പെൺകുട്ടികളുടെ ക്യാമ്പസിൽ ഇപ്പോൾ ഒരു ഡിപ്ലോമ ഈ കഴിഞ്ഞ വർഷം ആരംഭിച്ചു, ഇസ്ലാമിക് ഡിപ്ലോമ. കുറെ കുട്ടികൾ അവിടെയും പഠിക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ തുടർച്ച, പുതിയ കോഴ്സുകളിലേക്ക് നീങ്ങാൻ അതിനൊക്കെ എല്ലാവരുടെയും കൈത്താങ്ങും സഹായവും ഉണ്ടാവണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജാമിയയെ ഇനിയും ഇൻഷാ അള്ളാഹ് ഇതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ടായിരിക്കും. ഈ തരത്തിലുള്ള ഇതാണ് ജാമിയ. ഈ ജാമിയയുടെ ഒരു എളിയ സംരംഭമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു അള്ളാഹുവിൻ്റെ ഒരു വിധി എന്നോണം പറയാം. ഇവിടേക്ക് കയറുന്ന റോഡ് കഴിഞ്ഞ ഒരു കൊല്ലമായി വളരെ വളരെ വേസ്റ്റായി കിടന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പണി ഈ മിനിഞ്ഞാന്ന് രാവിലെയാണ് അതിൻ്റെ പണി തുടങ്ങിയത്. ഇത് കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിങ്ങൾക്കൊക്കെ നേരെ കയറി വരാൻ, കുണ്ടും കുഴിയുമാണെങ്കിലും നേരെ കയറി വരാനുള്ള ഒരു സംവിധാനം അവിടെ അടക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും രക്ഷിതാക്കൾ ഇവിടേക്കുള്ള വഴിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ കൈത്താങ്ങ് നൽകുക. ഈ സ്ഥാപനത്തിന് കഴിയാവുന്ന വിധത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖ എന്ന് പറഞ്ഞല്ലോ, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ജാമിയെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നും ഈ കുട്ടികൾക്ക് പിന്തുണ നൽകണമെന്നും മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഓ ഫി ഹാദിഹി അൽ ഉംസിയത്തിൽ മുബാറക നഹ്നു നതശറഫു ബി ദഅവത്തിന ബിഹുദൂരി ശൈഖിന വളൈഫിന അൽ കരീം الشيخ خليل الرحمن محمد عزيز الدين المدني من كرناٹكا إنه هو يفتتح هذا البرنامج المبارك وإني أدعوه بكل حفاوة وإكرام وتقبلوا دعوتنا والسلام عليكم ورحمة الله وبركاته.